ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു വെൽക്കം ബാക്ക്. നമുക്ക് രണ്ട് മിനിറ്റിനകത്ത് തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 1-2 ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. എന്നാൽ ശരി, വേഗം വീഡിയോ എന്താണെന്ന് കാണാം. പാത്രത്തിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് കിട്ടണം. 1 ടീസ്പൂണ് കറുത്ത എള്ളോ കരിഞ്ജീരകമോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ നല്ല ജീരകം, ചെറിയ ജീരകമില്ല, അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് എരിവിനായിട്ട് ഒരു പച്ചമുളക് ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം പച്ചമുളക് ചേർക്കുന്നത് നമുക്കിത് കറിയില്ലാതെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം കേട്ടോ. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇതുപോലെ കട്ട് ചെയ്തത് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് 3/4 ടേബിൾ സ്പൂണ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. ടീസ്പൂണ് കോക്കനട്ട് ഓയിൽ ചേർക്കാം. ഇത്രയും മതി. നല്ലോണം തിളക്കുന്നുണ്ട്. ഇതിലോട്ട് അരിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, അതാണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്ലെയിം ഓഫല്ല, ചെറുതാക്കിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇതപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കയ്യിലൊരല്പം വെള്ളം നനച്ചിട്ട് നല്ലോണം ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. കൈ പൊള്ളാതെ വേണം, സൂക്ഷിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. കയ്യിൽ ഒരു പച്ചവെള്ളം ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ കുഴക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ 2 പോർഷനാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് പരത്തിയെടുക്കണം. പത്തിരി പ്രസ്സിലാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ ഇതിലാകുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പണി കഴിയും. ഈസിയായിട്ട് പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇത്രയും തിക്കിൽ വേണം കേട്ടോ. നമുക്കൊന്ന് നല്ലോണം നേരിയതാവാൻ പാടില്ല, ഇത്ര തിക്കാണോ. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മൂടി വെച്ചിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നല്ല ഷേപ്പിൽ അതിന് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് നല്ലോണം ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കണം. ഓയിൽ നല്ലോണം ചൂടായിട്ട് വരണം. ഓയിൽ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ലൈറ്റ് ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് മൊരിച്ചിട്ടെടുത്താൽ മതി. സ്പൂൺ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ ഇത് പൊങ്ങി വരും. ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും, കാരണം നമ്മൾ ഒന്ന് വേവിച്ചെടുത്തതാണല്ലോ ഓൾറെഡി. പിന്നെ ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. ഇടിയിൽ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയ പലഹാരം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരെ.